ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനും ബീറ്ററൊന്നും വേണ്ട. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിൽ നമ്മളെ വീട്ടിൽ ഒരുവിധം എല്ലാ വീടുകളിലും ഇഡ്ഡലി പാത്രം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഈ ഇഡ്ഡലി പാത്രത്തിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതായത് റെസ്റ്റിംഗ് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാറ്റർ റെഡിയാക്കാൻ നമ്മൾ സാധാരണ അപ്പം ചുടുന്ന ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം മക്കൾക്കൊക്കെ കൊടുക്കുക. പിന്നെ ഇത് അത്ര ഹെൽത്തി ഒന്നല്ല, ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല. താല്പര്യമുള്ളവർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കേട്ടോ. പഞ്ചസാര പൊടിയാണ് 3 ടേബിൾ സ്പൂൺ ഉള്ളത്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂണോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ച് അതിലോട്ട് 5 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. സെയിം സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഞാൻ മെഷറിംഗ് കപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. 5 ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം അതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 7 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഇഡ്ഡലി സ്റ്റാൻഡ് എടുത്ത് ഒന്ന് അടിയിലൊക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ കേക്ക് വല്ലാതെ അങ്ങോട്ട് അടിയിൽ പിടിക്കൂല. ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നാൽ തന്നെ പൊന്തി മുകളിലോട്ട് നന്നായിട്ട് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്ത സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അപ്പൊ അടുത്ത സ്റ്റാൻഡ് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹോളിലെ ഭാഗല്ലേ അതിൽ കൂടിയാണ് ആവി വരിക. അപ്പോൾ ആ ഭാഗത്തിന്റെ അവിടേക്ക് ആ കുഴി ആവുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. എന്നിട്ട് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇനി അടുത്ത തട്ടും വെച്ചു കൊടുക്കുക. അപ്പൊ അടുത്ത തട്ടും വെച്ചു കൊടുക്കുമ്പോൾ ആ ഹോളിന്റെ അവിടേക്ക് കുഴി വരുന്ന രീതിയിൽ തന്നെ വീണ്ടും വെച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ആ ഹോൾ കൂടി നോക്കുമ്പോൾ നമ്മൾ താഴത്തെ ആ കുഴിയിൽ ഒഴിച്ച് ബാറ്ററാണ് കാണുക, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പൊ അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ഞാനൊരു ചെമ്പട്ടിക്ക് കുറച്ച് മണലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. തട്ട് സ്റ്റീലിന്റെ ഇങ്ങനെയുള്ള ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മളെ ഇഡ്ഡലി സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ച ശേഷം ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കണം. അതാണ് ഒന്നും കൂടെ നല്ലത്. ആവി പുറത്തോട്ട് പോകണ്ട, ആ ചൂട്. ഇനി ഇത് ഒരു 15 മുതൽ 17 മിനിറ്റിന്റെ ഉള്ളിൽ പക്ക ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്. വളരെ കുറച്ചുള്ളായിരുന്നു ലാസ്റ്റത്തെ ഇതിൽ ബാറ്റർ ഒഴിച്ചിരുന്നത്. ബാറ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പപ്പടക്കോല എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി ചൂടാറിയ ശേഷം ഇതിന്റെ ഉള്ളിന്ന് ഇഡ്ഡലി സ്റ്റാൻഡിൽ നിന്ന് ഈ ഒരു കേക്ക് എടുത്താൽ മതി. അപ്പൊ കേക്ക് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത്ര ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും.
അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റെസിപ്പി ഫോളോ ചെയ്തിട്ട് 11 ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കേക്ക് ഇഡ്ഡലിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ ഒരു റെസിപ്പി വേറൊരു ചാനലിൽ നിന്ന് ഞാൻ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും. പിന്നെ ഓവനും അതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും പരിമിതികളുള്ള വീട്ടുകാരൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ വെറൈറ്റി എങ്ങാണ്ട് മക്കൾക്ക് കാണണമൊക്കെ ഇഷ്ടമല്ലേ കാരണം. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് മക്കൾക്ക് ഒന്ന് കൊടുത്തു നോക്കുക വല്ലപ്പോഴും ഒക്കെ. പിന്നെന്താ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കണം, എന്നാലുള്ളൂ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം എന്താ, അപ്പോൾ ശരി കേട്ടോ. താങ്ക് യു.